അത്യാവശ്യ കാര്യത്തിന് നമ്മളൊക്കെ പലപ്പോഴും സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ പല സ്ഥാപനങ്ങളിലെ കൊണ്ടുവന്ന് പണയം വയ്ക്കാറുണ്ട്. ഈ പണയം വെച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് പലിശകൾ അടയ്ക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം നമ്മൾ കൊണ്ടുവന്ന് പലിശ അടയ്ക്കും. അടച്ചതിന് ശേഷം നമുക്ക് ഒരു റെസിപ്റ്റ് തരും. നമ്മൾ ആ റെസിപ്റ്റ് വാങ്ങിച്ച് ഉടനെ ഓടി പോവുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ റെസിപ്റ്റിന് അത് എന്താണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ചില റെസിപ്റ്റിനകത്ത് നമ്മൾ വാങ്ങിച്ച ആ തുക മാത്രമായിരിക്കും അത് എഴുതിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ പലിശ അടയ്ക്കുന്നോ ആ പലിശ അടച്ച തുക രേഖപ്പെടുത്തിയിട്ടുള്ള ബില്ല് നമ്മുടെ കൈവശം തന്നിട്ടുണ്ടോ എന്നുള്ളത് ആ ബില്ലിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ചെക്ക് ചെയ്യാതെ കിട്ടിയതും കൊണ്ട് ഓടിപ്പോകരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ അടച്ച തുക ഏതാണോ ആ തുക രേഖപ്പെടുത്തിയ ബില്ല് നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ബില്ല് ചോദിച്ച് വാങ്ങിക്കുക. അതായത് ഞാനിപ്പോൾ അടച്ച തുക രേഖപ്പെടുത്തിയ ബില്ല് എനിക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ ബില്ല് കൂടി എനിക്ക് തരണം എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. ചിലപ്പോൾ അവർ മനഃപൂർവ്വം തരാത്തതായിരിക്കാം, ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ശരിയാണ്, നമ്മളത് ചോദിച്ച് വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ തന്നെയാണ്. ചിലർ ചോദിച്ചാൽ മാത്രമേ നമുക്ക് തരത്തുള്ളൂ. ചോദിച്ച് തന്നെ വാങ്ങിക്കുക. നമുക്ക് നാളെ ഒരു സമയത്ത് ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാകാം. പറ്റിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്.